ലഹരി അത് ആരുപയോഗിച്ചാലും നിയമപരമായി അത് തെറ്റു തന്നെയാണ്. ഏപ്രിൽ 28-ന് എറണാകുളത്തെ ഒരു ഫ്ളാറ്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവുമായി വേടനടക്കം 9 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കഞ്ചാവിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ 9 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ വനം വകുപ്പ് പുലിപ്പല്ല് ഉപയോഗിച്ചുള്ള ലോക്കറ്റ് കൈവശം വെച്ചതിന് വേടനെതിരെ 7 വർഷം വരെ കഠിന ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു. എന്നാൽ 2011 ഓഗസ്റ്റിൽ മലയാളത്തിൻ്റെ സൂപ്പർ താരം മോഹൻലാലിൻ്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയും 4 ആനക്കൊമ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആനക്കൊമ്പ് വാങ്ങാനോ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ യാതൊരു നിയമം ഇല്ലാതിരുന്നിട്ടും അന്ന് വനം വകുപ്പ് മോഹൻലാലിനെതിരെ യാതൊരു നിയമ നടപടിയും കൈക്കൊണ്ടിരുന്നില്ല. എന്നാൽ മോഹൻലാലിനെതിരെ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് 2012 ജൂണിലാണ്. വേടൻ്റെ കാര്യത്തിൽ വനം വകുപ്പ് ഇത്ര തിരക്കിട്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വേടൻ്റെ കറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ്. ഒരേ സ്വഭാവമുള്ള കേസിൽ 2 തരത്തിലുള്ള നടപടികളാണോ വേണ്ടത് എന്നാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. നീതി എന്നത് എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും വേർതിരിക്കപ്പെടാനുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ.